LDFിൻ്റെയും UDFിൻ്റെയും കാപ്പട്യം അതിമനോഹരമായി തുറന്നു കാണിക്കുകയാണ് ഉല്ലാസ് ബാബു. ചെറിയൊരു വീഡിയോ അത് നമുക്കൊന്ന് കണ്ടുവന്നാലോ? അല്ല, രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ ആര്യ തുടക്കം ചോദിച്ച 7 ദിവസത്തെ ഭരണത്തിൽ മാറ്റങ്ങളുണ്ടായോ എന്നുള്ള ഒരു ചോദ്യം, അതിന് ജിൻഡോ പറഞ്ഞ മറുപടി, അതിന് സുരേഷ് കുമാറിനോട് ചോദിച്ച സമയത്ത് സുരേഷ് കുമാർ അരിയത്ര എന്ന സമയത്ത് പയറഞ്ഞാടി എന്ന് പറഞ്ഞതിന്റെ മറുപടി, അത് കഴിഞ്ഞിട്ട് ആര്യ ഇപ്പോൾ ചോദിച്ച വിഷയം, ഈ 4 വിഷയങ്ങൾക്ക് മറുപടി പറയണമല്ലോ. ആര്യ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF അധികാരത്തിൽ വന്ന സമയത്ത് വോട്ടിംഗ് മെഷീനൊക്കെ വളരെ ശാന്തമായിട്ടിരിക്കുകയാണ്. അവർ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവാണ്. വേറെ മെന്റൽ ട്രോമകളൊന്നും വോട്ടിംഗ് മെഷീൻ ഇല്ല. കാരണം അതിനകത്ത് പരാതികളൊന്നും ഇല്ലല്ലോ. കാരണം UDF അധികാരത്തിൽ വന്നാൽ, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ വോട്ടിംഗ് മെഷീനൊക്കെ പെർഫെക്റ്റ് ആണ്. BJP അധികാരത്തിൽ വരികയും BJPക്ക് ജനവിധി ഉണ്ടാവുകയും ചെയ്താൽ അതിനകത്ത് മെഷീനകത്ത് എന്തോ കടത്തിവിടുന്നു എന്ന് പറയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നിലപാടിനോട് ഒരു കാരണവശാലും നമുക്ക് യോജിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്നുള്ളത്, ബഹുമാനായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടുത്തെ CEO ചീഫ് ഇലക്ഷൻ ഓഫീസറെ നിയമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഇത് ശരിയാണെന്ന് പറയുന്നിടത്താണ് നമ്മൾ കൃത്യമായി പറഞ്ഞത്. അത് ഇവിടെ ശരിയാകുന്നിടത്ത്, അവിടെ തെറ്റാകുന്നിടത്ത്, ആ നേരത്തെ ജിൻഡോ ജോൺ പറഞ്ഞ ഒരേ കാര്യം എന്താണ്? ജിൻഡോ ജോൺ നേരത്തെ പറഞ്ഞില്ലേ, രണ്ടും ഒരേ വെള്ളത്തിലോടില്ല എന്ന് പറഞ്ഞാൽ അവനവന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, അവനവന്റെ ശൈലിക്കനുസരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിക്കുന്ന രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ പുറപ്പെടുവിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാര്യം മാത്രം ശരിയും മറ്റെല്ലാവരും തെറ്റാണ് എന്ന് പൊതുസമൂഹത്തിനോട് പറയുന്നിടത്ത് ഒരു രാഷ്ട്രീയ മാന്യത കുറവുണ്ട്. അത് നിങ്ങൾ പരിശോധിക്കണം. BJP കൊടുത്ത നിവേദനത്തിലെ സീല് തിരിച്ചു വരികയും അത് ചെറിയ വിഷയമായി എടുക്കുകയും അത് ഒരു പെശകാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുകയും പിന്നീട് കോൺഗ്രസ് അത് വലിയ ആയുധമാക്കുകയും മാധ്യമങ്ങളടക്കം അത് വലിയ തെരഞ്ഞെടുപ്പ് വരെ വിഷയമാക്കി കൊണ്ടുവരികയും ഒക്കെ ചെയ്തത് എന്തിനായിരുന്നു എന്നൊരു ചോദ്യം ഞങ്ങൾക്കും ചോദിക്കാമല്ലോ. ആ ചോദിക്കുന്നിടത്താണ് കൃത്യമായി കേരള സമൂഹം ആ കാര്യം മനസ്സിലാക്കേണ്ടത്. ആ രാഷ്ട്രീയവും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ശ്രീ സുരേഷ് കുമാർ പറയുക ഒരു വിഷയമുണ്ടായി. എന്താണ്? ഇപ്പോൾ ആര്യ നിരവധി തവണ ചോദിച്ചു. ആര്യയുടെ ചോദ്യം വളരെ കൃത്യമായിരുന്നല്ലോ, കാരണം കറക്റ്റ് ചോദ്യമായിരുന്നല്ലോ. അതായത് പോലീസിന്റെ ഗവൺമെന്റ്മാർ സമരപ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്നു. ആ തല്ലിച്ചതയ്ക്കുന്നത് രക്ഷാപ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി കണ്ടത് എന്തുകൊണ്ടാണ്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് രാജീവിന്റെ തലയടിച്ചു പൊട്ടിച്ചു, കൂത്തുപറമ്പിലെ രക്തസാക്ഷികളുണ്ടായി, ആര്യ ഇത് കണ്ടിട്ടില്ലേ, ആര്യ ഇത് അറിഞ്ഞിട്ടില്ലേ എന്നുള്ളത്. പക്ഷെ അതിനകത്തൊരു കാര്യമുള്ളത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിപ്രായമുള്ളത്, BJPയുടെ പ്രവർത്തകരാണെങ്കിലും കോൺഗ്രസിന്റെ പ്രവർത്തകരാണെങ്കിലും CPMന്റെ പ്രവർത്തകരാണെങ്കിലും സമരമുഖത്ത് അവർ ഇറങ്ങുന്ന സമയത്ത് ലാത്തി ചാർജുകൾ ഉണ്ടാവും. അതിന് മുമ്പിൽ അവർ പെടുകയും ചെയ്യും, ജയിലിൽ അടക്കപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട്, നിരവധി പരിക്കുകൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളുണ്ട്. പക്ഷേ പോലീസിനെ യാതൊരുവിധ കാരണവശാലും ഈ കാര്യങ്ങളിൽ ഏത് സമര സംഘടനയായിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വിദ്യാർത്ഥികളായിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പ്രവർത്തന പ്രവർത്തകരായിക്കോട്ടെ, വളരെ തല്ലിച്ചതക്കുക എന്ന് പറഞ്ഞിട്ട് അത് എന്നെ രക്ഷിക്കാനായിരുന്നു എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ മേലെ ഒരു കല്ലെറിഞ്ഞോ, പിണറായി വിജയന്റെ നേരെ തൂക്കു ചൂണ്ടിയോ, പിണറായി വിജയന്റെ മേലെ ലത്തി ചൂണ്ടിയോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ സമരം കരിങ്കൊടി കാണിക്കുന്നതിന് അസഹിഷ്ണുതായി നിങ്ങൾ കാണുന്നിടത്താണ് നിങ്ങളുടെ രാഷ്ട്രീയ പാപ്പരത്വം എന്ന് പറയപ്പെടുന്നത്. അത് ഇന്നും നിങ്ങൾ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ് ഇനി 50 കൊല്ലം കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിനകത്ത് ഇടതുപക്ഷം അധികാരത്തിൽ വരില്ല എന്ന് കൃത്യമായി പറയുന്നതിന്റെ കാരണം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ രാഷ്ട്രീയ സംവിധാനത്തിൽ ചോരയൊലിപ്പിച്ച് വന്ന പിണറായി വിജയൻ നിയമസഭയിൽ വന്ന ചരിത്രം നിങ്ങൾ പാടുമ്പോൾ, രാജീവിന്റെ ചരിത്രം നിങ്ങൾ പാടുമ്പോൾ, എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അതിനേക്കാൾ മോശകരമായി നിങ്ങൾ പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കാടൻ നയത്തെ അംഗീകരിക്കുന്നു എന്നും കൂടി നമ്മൾ വായിച്ചെടുക്കേണ്ടതില്ലേ? ആ രാഷ്ട്രീയവും നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ലേ? അപ്പോ